എനിക്ക് പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ജേക്കബ്. പക്ഷെ അത് അധികകാലം നീണ്ടുപോയില്ല. എന്ത് പറ്റി? അദ്ദേഹം മരിച്ചിട്ട് 6 വർഷമായി. ഞങ്ങൾ 12 വർഷമാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു. ആ ഒരാഴ്ചയിൽ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ ഈ തുക ഇദ്ദേഹം തരാനുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മോൻ ഉറങ്ങിക്കിടക്കുന്ന ഈ മോനെ പിടിച്ചിട്ട് മോളെ ആയിട്ട് ഞാൻ അവരുടെ വീട്ടുമുറ്റത്ത് പോയിരുന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് പൈസയെങ്കിലും തരൂ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരിച്ചറിയണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അന്ന് അവരെ എനിക്കത് ഒരു തരാതിരുന്നത് നന്നായി കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കില്ല. രമേശ് മിശ്രയുടെ അയ്യോ, പിന്നെ ചാനലിലൊക്കെ വന്നിരുന്ന് ട്രോള് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. ഇപ്പൊ എനിക്കിതിങ്ങനെ ഒരു പക്ഷെ ചിരിച്ചുകൊണ്ടിരുന്ന് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു കാലഘട്ടത്തെ പറ്റി ഓർത്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നീടുള്ള സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പിന്നെ ഇന്റീരിയറിൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ ഹിയർ. കാരണം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇപ്പൊ ഒരു എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കിച്ചണിന്റെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീക്കാണ്. കഞ്ഞിയും കറിയും വെച്ചല്ല കളിച്ചു വളർന്നത്. കൂടുതലും ക്രിക്കറ്റ്, കുട്ടിയും കോലും അന്നത്തെ അവരുടെ ഗെയിംസ് അങ്ങനെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ആണത്തം കൂടുതലാണെങ്കിലും പറയാം, അങ്ങനെ പറയാം, കൂടുതലാണ് ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം രാജ്യങ്ങൾ കറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ? ഏകദേശം 15ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. 22 വയസ്സായിട്ട് അത്ര ഇപ്പൊ എനിക്കൊന്നും അതിൽ കൂടുതലായിട്ടുണ്ടാവും. കൺസൾട്ടന്റ് ആയി ഞാൻ കേരളത്തിലെ 13ഓളം സ്കൂളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷെ പിന്നീട് വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായി. എനിക്ക് ഒന്ന് ബിസിനസ് രംഗത്ത് ഞാൻ ആദ്യം, രണ്ടാമത് ഈ മേഖലയിൽ ഞാനൊരു തുടക്കക്കാരി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിള്ളേരുടെ കാര്യം നോക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം. അതിൻ്റെ ഇടയിൽ ഇലക്ഷന് നിന്നു, മുനിസിപ്പൽ കൗൺസിലറായി. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മോനെന്ന് അത്രയും ചെറുത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണല്ലോ, ആ സമയത്ത് ഫീഡ് ചെയ്യേണ്ട സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, മോന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന്. തീയിൽ കുരുത്തിട്ട് വെയിലത്ത് വാടാത്ത ഒരുപാട് സംരംഭകരുടെ കഥ പറഞ്ഞിരിക്കുന്ന വേദിയാണ് സ്പാർക്ക്. ഈ ഹോട്ട് സീറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് അതുപോലെ ഒരു അടിപൊളി വനിതാ സംരംഭകയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കഥ പറയാൻ കിട്ടിയിരിക്കുന്നത്. ജോയ്സ്, സ്വാഗതം സ്പാർക്കിന്റെ എപ്പിസോഡിലേക്ക്. ജോയ്സ് ഒരു സംരംഭക മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻ ആണ്, ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം വ്യക്തിത്വമാണ്. ജോയ്സ് എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്? വളരെ ആകസ്മികമായിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരി ആകണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കണമെന്നോ ഒന്നും ഒരിക്കൽ പോലും മുമ്പേ ചിന്തിച്ചിട്ടില്ല. പലപ്പോഴും നമ്മളെ പല മേഖലകളിലേക്ക് എത്തിക്കുന്നത് സാഹചര്യങ്ങളാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ വന്നു. ഇന്ന് അതെൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ലൈഫാണ്. ഇപ്പൊ ഞാനൊരു സെക്കൻഡ് ഹോം എന്ന് പോലും വിളിക്കുന്നത് എൻ്റെ ഒരു സംരംഭത്തെയാണ്. അതെ അതെ. നമ്മള് ഒരുപാട് പ്രത്യേകം, നമ്മൾ ഒരു നാട്ടുകാരാണ്, ഒരു നാട്ടിൽ ഇടുക്കിക്കാരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇടുക്കിയിൽ നിന്നുള്ള ആളുകൾ ഇന്റർവ്യൂ എടുക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് പേരില്ല, വളരെ കുറച്ച് പേര്. ജോയ്സ് ഇടുക്കിയിൽ എവിടെയാണ്? ഇടുക്കി അണക്കര സ്വദേശിയാണ്. ഇടുക്കിക്കാരെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇടുക്കിക്കാരി പെമ്പിള്ളാരെ പറ്റി ജീവിക്കാൻ പഠിച്ചവരാണെന്ന് പറയാൻ, കഷ്ടപ്പാടും ദുരിതങ്ങളും എന്താ പറയാ മലയിറങ്ങി വന്നവെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എനിക്കൊന്ന് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നാൽ തരണം ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. എനിക്കൊന്ന് അന്നയും ആ ഒരു കാറ്റഗറി ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. കുറെ പരിധി വരെ അങ്ങനെയാണ്. നമുക്ക് കുറച്ചുകൂടി ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു മനസ്സ് കൂടുതലുണ്ട്. ജനിച്ചു വളർന്നത് ഇടുക്കിയിലാണ് എന്നുള്ളതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം, അഭിമാനത്തോടു കൂടിയാണ് ഞാനത് പറയാറുള്ളത്. ഇപ്പൊ ജീവിതം തരുന്നത് തന്നുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിലാണ്. ഇടുക്കിയിലെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്? സ്കൂളിംഗ് ഒക്കെ ഇടുക്കി തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി വിട്ടിട്ടാണ് ബാക്കി പഠനങ്ങളൊക്കെ ചെയ്തിരുന്നത്. സ്കൂളിംഗ് ഞാൻ വണ്ടൻമേട് എന്ന് പറയുന്ന സ്ഥലത്ത്, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്, കൊച്ചു ഗ്രാമപ്രദേശമാണ്. അവിടെ സെയിന്റ് ആന്റണീസ് എന്ന് പറയുന്ന സ്കൂളിലാണ്, ഗേൾസ് ഒള്ളി ഹൈസ്കൂളാണ്, അവിടെയാണ് സ്കൂളിംഗ് ചെയ്തിരുന്നത്. രസമുള്ള ഒരു സ്കൂളിംഗ് കാലഘട്ടമൊക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്രയും സംസാരിക്കുന്ന ജോയ്സ് അന്ന് സ്കൂളിലെ ഒരു ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരിക്കും.
അന്നൊക്കെ അത്യാവശ്യം പഠിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം അടിപൊളി ഉണ്ടായിരുന്നു. എനിക്ക് തല്ലുകൊള്ളി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു പോകുന്ന കാറ്റഗറി ആയിരുന്നു. കാരണം എനിക്ക് 2 ബ്രദേഴ്സ് ആണ് മൂത്തത്. അപ്പൊ അവരുടെ സുഹൃത്തുക്കളായിരുന്നു ആ കാലഘട്ടത്തില് എന്റെ സുഹൃത്തുക്കള്. കഞ്ഞിയും കറിയും വെച്ചല്ല കളിച്ചു വളർന്നത്. കൂടുതലും ക്രിക്കറ്റ്, കുട്ടിയും കോലും അന്നത്തെ അവരുടെ ഗെയിംസ് അങ്ങനെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ആണത്തം കൂടുതലാണെങ്കിലും പറയാം, അങ്ങനെ പറയാം, ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ അത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ സ്കൂളിന്റെ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് കുട്ടികളെ ബസ്സില് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്, കൺസെഷൻ കൊടുക്കണമല്ലോ. അപ്പം ഒരു ഹ്യൂജ് നമ്പർ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് കുട്ടികൾക്ക് കൺസെഷൻ എമൗണ്ട്, ബസ്സുകാർക്ക് അത് മുതലാവില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിള്ളേരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് വന്നവര്, കടശ്ശേക്കടവ്, അങ്ങനെ ആറാമില്ല ആ ഒരു പ്രദേശത്ത് നിന്നൊക്കെ വന്ന കുട്ടികൾ കിലോമീറ്ററുകളോളം ബസ്സിൽ യാത്ര ചെയ്യണം. പിന്നെ അവിടുന്ന് നടക്കണം. ഒരു രാത്രിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ വന്ന ഒരു സിറ്റുവേഷനിൽ ഞാനന്ന് എനിക്കൊന്ന് 9th പഠിക്കുന്ന സമയം. അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കായിരുന്നു, ക്ലാസ് ലീഡർ ആയിരുന്നു. അങ്ങനെ ബസ് തടഞ്ഞു കയറും. ബസ് ഓടുന്ന ബസ്സിന്റെ പുറകെ ഓടിയിട്ടുണ്ട്, ഓട്ടി മുമ്പിൽ കയറി നിന്ന്. ഇന്നൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ്. അന്ന് കൊച്ചുകുട്ടിയാണ്. ഇന്നത്തെ ഒരു 10ാം ക്ലാസ് വരെയല്ല 9ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഏജിൽ അങ്ങനെയൊക്കെ നിന്ന് സമരം ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ടുണ്ട് 10th പഠിക്കുമ്പോൾ. എന്നിട്ട് പോലീസുകാർ വന്ന് അവർ ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് വന്ന് കുട്ടികളെ മുഴുവൻ കയറ്റി വിട്ടിട്ടായിരുന്നു. അപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ സന്തോഷത്തോടുകൂടി എല്ലാ കുട്ടികളെയും വീട്ടിലാക്കിയിട്ടാണ് അവൾ വരുന്നത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു. പിന്നീട് +2 വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടായിരുന്നു യാത്ര? +2 ആ സമയത്ത് തന്നെ ഞാൻ ഈ ഓർഗനൈസേഷൻ ലെവലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അതൊരു ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ്, യുവദീപ്തി എന്ന് പറയുന്നത്. അപ്പം ഒരു സ്കൂളിംഗ് സമയത്ത് തന്നെ ഞാൻ പതുക്കെ അതിലേക്ക് ഇൻവോൾവ് ആയിരുന്നു. 10th വെച്ചിട്ടാണ് ഫാദർ മരിക്കുക. അതൊരു ഷോക്കായിരുന്നു. അപ്പൊ എനിക്ക് കൂടുതലും എനിക്കൊരു റിക്കവറി തന്നത് ഈ ഒരു യൂത്ത് ഓർഗനൈസേഷൻസും ചർച്ച് ഓർഗനൈസേഷൻസും ആണ്. അപ്പൊ അതിലൂടെ വന്നു. അതിനുശേഷമാണ് ഡിഗ്രി പഠനത്തിനായിട്ട് മുമ്പോട്ട് പോകുന്നത്. ബാക്കി പഠനങ്ങൾ കംപ്ലീറ്റ് ചെയ്തതൊക്കെ ഈ ഒരു ഓർഗനൈസേഷൻ വർക്കിന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് ബാക്കി പഠനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയത്. എനിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും അധികം രാജ്യങ്ങൾ കറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലേ? ഏകദേശം 15ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. 22 സമയത്ത് അത്ര ഇപ്പൊ എനിക്കൊന്നും അതിൽ കൂടുതലായിട്ടുണ്ടാവും. ഞാൻ ആ സമയത്ത് അതെന്നെ സംബന്ധിച്ച് വലിയൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഇപ്പം ഓസ്ട്രേലിയയിലാണ്, അവിടെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടിലുള്ളവർക്ക് ശരി പോയല്ലേ, അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. പക്ഷെ എനിക്ക് അന്ന് അതിന്റെ വില അറിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് എൻ്റെ ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ഓസ്ട്രേലിയയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഐ വാസ് ജസ്റ്റ് 18. ആ ഒരു പ്രായത്തില് ആ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അത് അന്ന് വളരെയധികം അതൊരു എൻജോയ്മെന്റ് മോഡിലായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാമിന്റെ സീരിയസ്നെസ്സോ ഞാൻ ആയിരുന്ന ഒരു കാര്യങ്ങളോ ഒന്നും അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ചിന്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, പ്രൗഡ് തോന്നുന്നു. പിന്നല്ല, അത് കഴിഞ്ഞ് പിന്നെ ICYM, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ട് എലക്റ്റഡ് ആയി. അതിന് ഓൾ ഓവർ ഇന്ത്യ യാത്ര ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായി. പിന്നീട് US വെച്ച് നടന്നിട്ടുള്ള നമ്മുടെ വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം, വേൾഡ് യൂത്ത് ഡേ സ്പെയിന്, അങ്ങനെയൊക്കെ കേരളത്തിൽ നിന്നുള്ള കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റി, ഇന്ത്യയിൽ നിന്നുള്ള കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പം അതൊക്കെ ഒരു വലിയ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ലൈഫ് പറ്റും. പക്ഷെ എനിക്ക് എപ്പോഴും സങ്കടം എന്നാണെന്നറിയോ, ഈ പോയപ്പോഴൊക്കെ ഈ പ്രോഗ്രാമിന്റെ തിരക്കുകളിലായതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ കൂടെ ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് നടന്നതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല ഫോട്ടോസ് പോലും എൻ്റെ കയ്യിൽ ഇല്ല. എല്ലാ കൺട്രിയിലും പോയി, പക്ഷെ ഒന്നും പലതും ഇവിടെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് ഞാൻ റീകളക്ട് ചെയ്യണം. കാരണം എന്റെ മനസ്സിൽ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ്, ഈവന്റുകൾ മാത്രമാണ്. പിന്നീട് വിവാഹത്തിനോടനുബന്ധിച്ച് വീണ്ടും മൂവാറ്റുപുഴയ്ക്ക് വരുവാണല്ലേ? അതെ. ഞാൻ ശരിക്കും മുതലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിവാഹം കഴിച്ചു വരിക. ഞാൻ ICYM ജസ്റ്റ് ടേം കംപ്ലീറ്റ് ചെയ്ത ഉടനെ ആയിരുന്നു വിവാഹം. 24ാമത്തെ വയസ്സിലായിരുന്നു. ജേക്കബ് മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുതലക്കോടം സ്വദേശിയാണ്. അദ്ദേഹം ബാംഗ്ലൂർ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ബിസിനസ് രംഗത്തേക്ക് വന്നതൊക്കെ അദ്ദേഹം ബാംഗ്ലൂർ തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കല്യാണം കഴിച്ച് അങ്ങനെ ഒരു കോമൺ ഫ്രണ്ട് മുഖേന വന്ന ഒരു പ്രപ്പോസലായിരുന്നു. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിച്ച് മുതലക്കോടത്തേക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം 24/7 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അത് എന്റെ ഒരു തീരുമാനമായിരുന്നു. അത് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്നു, വീട്ടമ്മയായിട്ട് വീട്ടിലിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും തുടക്കം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ. എനിക്ക് അന്ന് ഇപ്പൊ നാഷണൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 1-2 ഫോൺസ് ഉണ്ട് കയ്യിൽ, 2-3 ഫോണോളം ഉണ്ട്, ഓഫീസ് നമ്പർ അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പം എൻ്റെ ഒരു ഫോൺ മാത്രം, അത് തന്നെ വിളിക്കാൻ അധികം ആൾക്കാരൊന്നുമില്ല. കാരണം കംപ്ലീറ്റ്ലി ഒരു ഹൗസ് വൈഫ് എന്നുള്ള രീതിയിലേക്ക്
ജോലിയുടേതായിട്ടുള്ള തിരക്കുകളൊന്നും ഇല്ലാതെ കൊണ്ട് ഇരിക്കുന്ന ഒരു സമയം. പക്ഷേ ജേക്കബ് നേരെ എതിരായിരുന്നു കേട്ടോ. ജേക്കബ് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണം, എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് എത്രയോ തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ മുന്നിലെ കുറച്ചുകൂടെ കഴിയട്ടെ. പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ പ്രഗ്നൻ്റ് ആയി. പിന്നെ എനിക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല എന്നായി. ഞാൻ പറഞ്ഞു പിന്നെ മോളുടെ കാര്യങ്ങൾ നോക്കി തന്നെ നിൽക്കണം. അങ്ങനെ അതുമായിട്ട് അങ്ങ് സെറ്റിലായിപ്പോയി. പക്ഷെ ഞാൻ അതും എൻജോയ് ചെയ്തു കേട്ടോ. ആ ഒരു ബിസി ലൈഫിൽ നിന്നും വീണ്ടും വന്നൊരു കുടുംബിനിയായിട്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഉണ്ടല്ലോ. എല്ലാ റോളുകളും എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ജോലിക്ക് ഇൻ ബിറ്റ്വീൻ ജോയിൻ ചെയ്തു. ദ ബെത്ലഹേം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. അത് വാഴക്കുളം എന്ന സ്ഥലത്താണ് ഈ ഒരു സ്കൂളുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് എന്നെ ഉന്തി തള്ളി വിട്ടോ കേട്ടോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. പിന്നെ അങ്ങനെ പതുക്കെ മാനേജ്മെന്റുമായിട്ട് വളരെ വലിയൊരു ബന്ധം ഉണ്ടായി. ആ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റി. ഒരു മാനേജ്മെന്റ് പ്രതിനിധിയായിട്ട് തന്നെ നിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ആ ഒരു പ്രദേശത്ത്. നമ്പർ 1 സ്കൂൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സ്കൂളിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മോനെ പ്രഗ്നന്റ് ആയപ്പോൾ വീണ്ടും പഴയ ഷാഡ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു. മോന് വേണ്ടിയിട്ട് കുറച്ച് സമയം അതെ, വീണ്ടും ബ്രേക്ക് എടുത്തു. ഞാൻ റിസൈൻ ചെയ്തു. മോനെ ക്യാരിങ് ആയിട്ട് ആ സമയത്ത് തന്നെ റിസൈൻ ചെയ്തു. എങ്കിലും സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വിളിച്ചാൽ പോകും, അങ്ങനെ ചെയ്ത്. പിന്നെ അതിനുശേഷമാണ് അങ്ങനെ 6 വർഷങ്ങൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോയി. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള എനിക്ക് പറ്റിയ ഒരു വ്യക്തിയായിരുന്നു ജേക്കബ്. പക്ഷെ അത് അധികകാലം നീണ്ടുപോയില്ല. എന്ത് പറ്റി? അദ്ദേഹം മരിച്ചിട്ട് 6 വർഷമായി. ഞങ്ങൾ 12 വർഷമാണ്. ഞങ്ങളുടെ വിവാഹ വാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു. മെയ് 4-നാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം. 12 വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ചപ്പോൾ 6 വർഷമേ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് ആഘോഷിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി നിന്നോളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയതാണ്. പിന്നീട് വരുന്ന ഫോൺ കോളുകളിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിയുന്നു. അന്ന് മോന് 1 വയസ്സ്, മോൾക്ക് 3.5 വയസ്സ് പ്രായമായിരുന്നു. ഞാൻ ഇവരെയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നത് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അത് ഈ തേനീച്ച കുത്തിയതായിരുന്നു. അപ്പൊ ചിലർക്ക് ഇങ്ങനെ അലർജിക് ആയിരിക്കും. അപ്പം പുള്ളി ഹൈലി അലർജിക് ആയിരുന്നു. എനിക്ക് ഡസ്റ്റ് അങ്ങനെ ഒരു കാര്യങ്ങളും പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തേനീച്ച കുത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര തേനീച്ച കുത്തി? 2-3 തേനീച്ച കുത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് അത്ര ലൈറ്റ് ആയിട്ട് എടുത്തു. ഒരു ചെറിയ പനി വന്നാൽ പോലും വീണ് കിടക്കുന്ന ഒരാളാണ്, തളർച്ചയാണ്. അപ്പൊ ഞാൻ അങ്ങനെ തമാശയോടുകൂടി എടുത്തത്. തേനീച്ച കുത്തി ഉടനെ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തമാശയോടുകൂടി എടുത്തത്. പക്ഷെ എന്തോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വണ്ടിയെ കയറിയപ്പോൾ മുതൽ എന്തോ ഞാൻ എന്തിനോന്നറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല, ഒരു തേനീച്ച കുത്തിയതാണ്. പക്ഷെ ചെന്നപ്പം ഈ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമ്മളോട് യാത്ര പറഞ്ഞു പോയ ഒരാള്, അതും ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അപ്പൊ അത്രയും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു സോൾമേറ്റ് എന്നൊക്കെ അപ്പുറത്തേക്ക് വളരെയധികം പരസ്പരം മനസ്സിലാക്കിയിരുന്ന 2 വ്യക്തികളായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും, പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഫൈറ്റുകൾ. അപ്പൊ ആളില്ലാണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെയായിരുന്നു. അതും ഇളയാൾക്ക് 1 വയസ്സ്, മൂത്തയാൾക്ക് 3 വയസ്സ്. എങ്ങനെ ഓവർകം ചെയ്തു? ഇപ്പൊ എനിക്കിതിങ്ങനെ ഒരു പക്ഷെ ചിരിച്ചുകൊണ്ടിരുന്ന് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു കാലഘട്ടത്തെ പറ്റി ഓർത്തെടുക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നീടുള്ള സമയത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അറിയാലോ, ബിസിനസ് മേഖലയിൽ നിൽക്കുമ്പോൾ റോളിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫണ്ടും ഒരുപാട് പുറത്തുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അറിയില്ല എവിടെയാ എന്താണെന്നുള്ളത്, പകുതി അറിയില്ല. ഇനി അറിയുന്നത് പോലും പലതും ഞാൻ ചോദിച്ചു. ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരുണ്ടായിരിക്കാം. അന്ന് ഞാൻ ഉള്ളിൽ കരഞ്ഞ കരച്ചിലും വിഷമവും, ഒരാളുടെ വീട്ടില് ജേക്കബിന് പൈസ കൊടുക്കാനുള്ളത് വലിയൊരു എമൗണ്ടാണ്. അന്ന് ഇത് എനിക്ക് കിട്ടിയാൽ എൻ്റെ ലൈഫ് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരാഴ്ചയിൽ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിൽ ഈ തുക ഇദ്ദേഹം തരാനുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ മോൻ ഉറങ്ങിക്കിടക്കുന്ന ഈ മോനെ പിടിച്ചിട്ട് മോളെ ആയിട്ട് ഞാൻ അവരുടെ വീട്ടുമുറ്റത്ത് പോയിരുന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് പൈസയെങ്കിലും തരൂ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരിച്ചറിയണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അന്ന് അവരെനിക്കത് ഒരു തരാതിരുന്നത് നന്നായി കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇരിക്കില്ല. അന്ന് അവർ പല കാരണങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ തരാനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എനിക്കിപ്പോൾ തരാൻ പറ്റില്ല. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അന്നത്തെ എൻ്റെ ഒരു വേഷം എന്ന് പറയുന്നത് പോലും ഞാൻ തല മൊട്ടയിടിച്ചേക്കുക. കാരണം അന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഡോയ്ക്ക് സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി എ പേഴ്സൺ ലൈക്ക് മീ.
അത് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പോയി തല മൊട്ടയടിച്ചു പറഞ്ഞു. കാരണം അത്ര ഡസ്പാണ് നമ്മൾ. നെഗറ്റീവ് മാത്രം നമ്മൾ കേൾക്കുന്ന, നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, ലൈഫിൽ ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഈ 2 മക്കള്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വീട് വിട്ടിറങ്ങേണ്ടി വരുന്നു. അതുവരെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഹസ്ബൻഡ് എന്നെ മക്കളെ നോക്കിയിരുന്നത്. ചോദിക്കുന്നൊക്കെ കൺമുമ്പിൽ കൊണ്ട് തരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അവിടെ നിന്നൊന്നും ഇല്ലായ്മയിൽ വന്ന് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ അങ്ങനെ നിന്ന ഒരു സ്ത്രീയോട് ഉള്ള ഒരു പരിഗണന പോലും അവർ ചെയ്തില്ല. അവരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ അവർ വളരെ കൂളായിട്ട് തന്നെ അവർക്ക് തരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതുപോലെ എത്രയോ പേര്. അതുപോലെ ഒരു 3-4 സ്ഥലങ്ങളിൽ ഞാൻ പോയി. പിന്നെ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്തിന് ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ആക്കണം? അതേസമയം എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഈ ഒരു ചെറിയ പ്രായമാണ്, എനിക്ക് അധ്വാനിക്കാൻ കഴിയും. എനിക്ക് ഇതിനു മുമ്പ് കുറെ എക്സ്പോഷർ കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ എന്നെ പ്രിപ്പയർ ചെയ്തതായിരിക്കും, ഇതിനു വേണ്ടി ഒരു ഫൈറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരിക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു വാശിയും കൂടിയായിരുന്നു. എനിക്ക് പ്രൂവ് ചെയ്യണം, എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ഇത്രയും, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് പറയുമ്പോഴും രാത്രിയിൽ ഞാൻ കരഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ആരെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയധികം കരഞ്ഞുറങ്ങിയ, എന്നാൽ രാവിലെ ഞാൻ ചിരിക്കാതെ ഒരിക്കലും ഉണർന്നിട്ടില്ല. ഒരു വ്യക്തിയെ പോലും ഞാൻ കരഞ്ഞുകൊണ്ട് അഭിമുഖീകരിച്ചിട്ടില്ല. പക്ഷെ അന്നും ഒരു വാശി ഉള്ളിലുണ്ടായിരുന്നു, എനിക്ക് പ്രൂവ് ചെയ്യണം. അതേസമയം തന്നെ എനിക്ക് പറയണമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഫെയിലിയർ അല്ല, അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരുന്ന ആ സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളതും കൂടെ എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. പിന്നെ ഒരു യുദ്ധമായിരുന്നു. അതെ, അവിടുന്ന് വീണ്ടും ആ ഫുൾ സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ഞാൻ എഴുതി തുടങ്ങി എന്ന് തന്നെ പറയാം. വീണ്ടും അടുത്ത ലൈൻ എഴുതി തുടങ്ങി. ഞാൻ അങ്ങനെ ആദ്യം ഞാൻ വാശി പിടിച്ചത് എനിക്കൊരു അപ്പാർട്ട്മെന്റ്, ഒരു താമസിക്കാനുള്ള സൗകര്യം വേണം എന്നുള്ളതായിരുന്നു. കാരണം നമുക്കൊരു ഷെൽട്ടർ ഉണ്ടെങ്കിലാണ് നമ്മൾ കോൺഫിഡന്റ് ആവത്തുള്ളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുന്ന് മാറേണ്ടി വന്നു. അതുപോലെ തന്നെ തറവാട്ടിലേക്കും പോകാവുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അത് ഒരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ വാശി പിടിച്ചു, ഒരു ഫ്ലാറ്റ്, എനിക്കൊരു ഷെൽട്ടർ വേണം എന്നുള്ളതിൽ ഞാൻ അടിയുറച്ചു നിന്നു. അപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞു ഇത്രയധികം ബാധ്യത നിൽക്കുകയാണ്, അപ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഞാൻ പെട്ടെന്നൊരു വീടിനെ പറ്റി ആലോചിക്കുന്നത് ശരിയാവില്ല, വീണ്ടും കൂടുതൽ ബാധ്യത എടുത്തു വെക്കുന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് വർക്കിംഗ്, പിന്നെ നമുക്ക് നോക്കാം അടുത്ത് എന്താന്നുള്ളത് നോക്കാം. അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ പെട്ര എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ അവിടെ ഒരു 2 BHK ഫ്ലാറ്റ് വാങ്ങിച്ചു. സ്കൂളിൽ ഞാൻ റീജോയിൻ ചെയ്തു, സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് ഞാൻ ലോൺ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ ഫ്ലാറ്റ് സ്വന്തമാക്കുന്നത്. എനിക്കൊരു കോൺഫിഡൻസ് ആയി. അതിനുശേഷം ആ ഫ്ലാറ്റ് ഇറക്കി വിടില്ലല്ലോ. ഇല്ല, അതിനോടൊപ്പം അടുത്ത ഫ്ലോറിൽ തന്നെ ഞാനൊരു ഫ്ലാറ്റോടെ പിന്നീട് വാങ്ങിച്ചു. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്ന് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ സഹായിച്ച ആ വ്യക്തി തന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലോട്ട് കൊടുക്കാനുണ്ട്, അപ്പോൾ ഒരു അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സാവകാശം കിട്ടുമായിരിക്കുന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ജേക്കബിന്റെ പൈസ എൻ്റെ ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ആവേശത്തിന് പുറത്ത് ഞാൻ പോയി നോക്കി, അതിന്റെ ഓണറുമായിട്ട് സംസാരിച്ചു. 6 മാസത്തെ അവധി എനിക്ക് കിട്ടി. ഞാനൊരു 2 ലക്ഷം രൂപ സംഘടിപ്പിച്ച് അഡ്വാൻസ് കൊടുത്തു. ആ ഒരു പ്ലോട്ട് എടുത്ത് ഞാൻ ക്ലിയർ ചെയ്ത് അവിടെ കിണറൊക്കെ കുത്തി വെള്ളമൊക്കെ ആക്കി ഒരു ഏകദേശം എനിക്കൊന്ന് 1-2 ആഴ്ച മാക്സിമം അതിനുള്ളിൽ ഞാൻ നല്ലൊരു എമൗണ്ട് മാർജിനിൽ ഞാൻ ആ പ്ലോട്ട് റീസെൽ ചെയ്തു. അങ്ങനെ റിയൽ എസ്റ്റേറ്റിലേക്ക് പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് റിയൽ എസ്റ്റേറ്റ്. റിയാലിറ്റി മനസ്സിലാക്കാൻ ഞാൻ സമയം എടുത്തു. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് തന്നെ ഞാൻ അടുത്ത പ്ലോട്ട് എടുത്തു. പിന്നെ ഒരു 40 സെന്റ് സ്ഥലം എടുത്തു. അങ്ങനെ ഞാൻ പതുക്കെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പച്ചപിടിച്ചു വന്നു. അങ്ങനെ ഒരു കോൺഫിഡൻസ്. ഓക്കെ, ഒരു ലേഡി എന്നുള്ള നിലയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നോ പറയാൻ വ്യക്തമായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബോർഡർ എവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കും ഈ പ്രിവിലേജ് ആണല്ലോ പലരും ഇപ്പം ദുരുപയോഗം ചെയ്യുന്നത്. സങ്കടം തോന്നും കേട്ടോ. നമ്മളൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളെ പറ്റി മാധ്യമങ്ങളിൽ കുറെ കാർട്ടൂണുകളും ട്രോളുകളും ഒക്കെ വരുമ്പോഴേ സ്ത്രീകളോടുള്ള വിശ്വാസം ഇപ്പം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്താം. പക്ഷെ ആ സമയത്ത് എനിക്കും ആ ഒരു വിശ്വാസ്യത കിട്ടി എന്നുള്ളതാണ്. അതെനിക്ക് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുവാനായിട്ട് സഹായകരമായി. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിന് വേണ്ടിയിട്ട്, സ്കൂളിലെ ജോലി എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, സ്കൂളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, സ്കൂൾ ഡെവലപ്പ് ചെയ്തു, സ്കൂളിന്റെ അഫിലിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി. അപ്പൊ അങ്ങനെ അത് സക്സസ് ആയി മുമ്പോട്ട് പോയത് കൊണ്ട് മറ്റു സ്കൂളുകൾ അപ്രോച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെ അതെ അങ്ങനെ കൺസൾട്ടന്റ് ആയി. അവരുടെ ഡോക്യുമെന്റേഷൻ, ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺസൾട്ടന്റ് ആയി ഞാൻ കേരളത്തിലെ 13ഓളം സ്കൂളുകൾക്ക് വേണ്ടി
വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ പതുക്കെ ഞാനൊരു 250 അപ്പൊ തന്നെ ഓടാൻ പറ്റാതായി. കാരണം ജോലിക്ക് പോകണം, തിരിച്ചു വരുന്ന സമയത്ത് വേണം ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ നോക്കാനായിട്ട്. എൻ്റെ ആ സ്കൂളിലെ മാനേജ്മെന്റിനോട് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ദം. ബിക്കോസ് അവരുടെ അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവർ കൂടെ നിന്നു. അപ്പൊ അവർ കേൾക്കുന്നുണ്ടെങ്കിലും താങ്ക് യു. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഒരു 250 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ഒരു ഓഫീസ്, ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്തു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് അതിന് തൊട്ടടുത്ത് 2 ബ്രദേഴ്സ് ഇന്റീരിയറിന്റെ ഒരു ഓഫീസ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ടൊക്കെ അങ്ങനെ ഒരു താല്പര്യം അതിനോട് തോന്നി. അങ്ങനെ അതിനെപ്പറ്റി പഠിച്ചു. അതെ, നമ്മള് പുതിയ പുതിയ വാതാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയ വേറൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്താണ് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത്. അപ്പൊ നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈല് മാറുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വളർന്ന ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചു വളർന്നപ്പം മുതൽ അത്യാവശ്യം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് അവർ വന്നത്. അപ്പൊ അവരുടെ ആ ഒരു സാഹചര്യത്തെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. അത് ഞാൻ ജേക്കബിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പതുക്കെ എങ്ങനെയാലും ആ ഒരു അപ്പാർട്ട്മെന്റ് നല്ല ഭംഗിയിൽ തന്നെ ആക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്റീരിയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഉണ്ടായിരുന്ന പൈസയൊക്കെ അങ്ങനെ ഇച്ചിരി പൈസയൊക്കെ ഉള്ളൂ കേട്ടോ. അതുണ്ടെന്ന് പറഞ്ഞാലും ബാധ്യതകൾ ഉണ്ടല്ലോ, ബാങ്കിലേക്ക് അടച്ചു പോകാനും ബാധ്യതകൾ തീർക്കാനും ഇഷ്ടം പോലെ കിടക്കുക. അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇന്റീരിയർ ചെയ്യാനായിട്ട് ഒരു കമ്പനീനെ ഏൽപ്പിച്ചു. പക്ഷെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കിച്ചണ് മാത്രം അവർ നല്ലൊരു എമൗണ്ട്, ഓൾമോസ്റ്റ് 4 lakhs ഒരു കിച്ചണ് മാത്രം. അപ്പൊ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂണ് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് കറി വെക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മള് വെറ്റ് ഏരിയാസിൽ ഈ പ്ലൈ കൊണ്ട് വെച്ചാൽ ലോക്കൽ പ്ലൈവുഡ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രേഡ് കുറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതില് ഈ മോയ്സ്ചർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ കൂണുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കൂണ് കൃഷി ചെയ്യാവുന്നവർക്ക് ശ്രദ്ധിക്കുക, നശിച്ചു പോകും. വാട്ടർ റെസിസ്റ്റന്റ് അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലോസ് വന്നത്, എങ്ങനെയാണ്? കാരണം ഓരോ പൈസയ്ക്കും വിലയുണ്ട്. അപ്പൊ അത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ആ ഡിസൈൻ ഇങ്ങനെ മാറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നല്ലോ. പിന്നെ ഇതിന്റെ മാർജിൻ എത്രയാണ് എന്നൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ എനിക്ക് വന്ന ഒരു ചതി മറ്റൊരാൾക്ക് വരരുത് ഇന്നും കേട്ടോ. ഓരോ പ്രോജക്റ്റും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അടുക്കള ചെയ്യുന്ന പോലെ എൻ്റെ വീടിന്റെ ഇന്റീരിയറിന്റെ ഒരു ഫീലിംഗ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഓരോ പ്രോജക്റ്റിനെയും ഞാൻ എൻ്റെ അടുക്കളയായിട്ടാണ് കാണുക. ഈ അടുക്കള മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷെ എന്നിരുന്നാൽ കൂടി എനിക്ക് സംഭവിച്ചതിനെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും ഞാൻ കാണുക. കാരണം ഓരോ ക്ലയന്റും ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു ഇന്റീരിയറിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ലുവല്ല എന്ന വാക്കിന്റെ അർത്ഥം സ്ട്രോങ് വാരിയേഴ്സ് എന്നാണ്. പടയാളികളാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരു സംരംഭം. അതോടൊപ്പം തന്നെ വീട് പണിയുന്ന ഓരോ വ്യക്തികളും വലിയൊരു യുദ്ധത്തിന് ശേഷമാണ് വീട് പണിയുക. ഇനി അതും കഴിഞ്ഞ് ഇന്റീരിയർ എന്ന് പറയുന്നത് എന്താണ്, അതിലും വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന വ്യക്തികൾ, ആ ഒരു സ്വപ്നത്തെ സാഫല്യത്തിൽ എത്തിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പേര് തന്നെ ഓപ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ബ്രദേഴ്സും ഇന്റീരിയർ മേഖലയിലായതുകൊണ്ട് അവരോട് ഒത്തുചേർന്ന് ഞങ്ങൾ തുടക്കത്തിൽ സുഹൃത്തുക്കൾ കുറച്ചേറെ പേര് 6 പേരോളം ഉണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ കൂടി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഈ കമ്പനിക്ക് രൂപം കൊടുത്തു. എൻ്റെ 2 ലേഡീസ് ആയിട്ടുള്ള 2 സുഹൃത്തുക്കൾ. അങ്ങനെ പക്ഷെ പിന്നീട് വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായി. എനിക്ക് ബിസിനസ് രംഗത്ത് ഞാൻ ആദ്യം, രണ്ടാമത് ഈ മേഖലയിൽ ഞാനൊരു തുടക്കക്കാരി. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിള്ളേരുടെ കാര്യം നോക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം. അതിൻ്റെ ഇടയിൽ ഇലക്ഷന് നിന്നു, മുനിസിപ്പൽ കൗൺസിലറായി. അത് ഞാൻ ചോദിക്കാതിരിക്കുന്നു. മൂവാറ്റുപുഴക്കാർ എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, സാധാരണ അവിടെ ജനിച്ചു വളർന്ന വർഷങ്ങളായിട്ടുള്ളവരാണ് മുനിസിപ്പൽ കൗൺസിലർ കേട്ട് വരുന്നത്. ജോയ്സ് മൂവാറ്റുപുഴയിൽ താമസിക്കാൻ വന്ന 6ാം മാസത്തില് മുനിസിപ്പൽ കൗൺസിലർ ആയിട്ടാണ് ചിലരൊക്കെ കളിയാക്കാറുണ്ട്. ആകെ മൂവാറ്റുപുഴയിലേക്ക് വന്നിട്ട് 5 വർഷമായുള്ളൂ, അതിൽ 4.5 വർഷം കൗൺസിലർ ആയിട്ട് ഇരിക്കുകയെന്നൊക്കെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ ഞാനത് ഒത്തിരി ആ കളിയാക്കൽ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്.
കാരണം അത്ര ചുരുങ്ങിയ കാലഘട്ടങ്ങൾക്കുള്ളിൽ എൻ്റെ ആ ഒരു വാർഡിലെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചല്ലോ എന്നുള്ള ഓർത്തിട്ട് അവർ മനസ്സാക്കിയല്ലോ എന്നോർത്തിട്ട് ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വന്നപ്പോൾ ഇതൊരു വലിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. പിന്നെ ആ വാർഡിലൊരു പ്രത്യേക സാഹചര്യം കൂടിയായിരുന്നു. 45 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരുന്ന, LDFന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വാർഡാണ്. അത് തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഒരു കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വരുന്നത്. പക്ഷെ 100% ആത്മാർത്ഥത പുലർത്തി ഇതോടൊപ്പം തന്നെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ അതും മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കമ്പനിയിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള സമയം കുറവായിരുന്നു. അപ്പോഴും എൻ്റെ വിശ്വാസം ഇവരെ ടേക്കപ്പ് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷെ മറ്റു പല സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതെനിക്ക് വലിയൊരു സ്ട്രെസ്സായി. വീണ്ടും ഒരുപാട് ഫിനാൻഷ്യൽ ലോസിലേക്ക് വന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് തുടക്കത്തിൽ പോയി. പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു, നമുക്ക് തന്നെ അങ്ങോട്ട് തുടങ്ങാം, തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു, മറ്റു എൻഗേജ്മെന്റ്സ് ഉണ്ടെങ്കിൽ വിൽ സ്റ്റോപ്പ് ഹിയർ ആൻഡ് എനിക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇനിയും വേണം, എനിക്ക് ഇനിയും മുമ്പോട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരായിട്ട്, ഞങ്ങൾ വനിതകൾ മാത്രമായി, എൻ്റെ 2 സുഹൃത്തുക്കൾ സൈലന്റ് പാർട്ട്നേഴ്സ് ആയിട്ട്, 2 സുഹൃത്തുക്കൾ മേജർ ഷെയർ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഇത് റീസ്ട്രക്ചർ ചെയ്തു. വളരെ മനോഹരമായിട്ട് കമ്പനി മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 100-ലധികം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലെവലിലേക്ക് പറ്റി. ഒക്കെ ദൈവാനുഗ്രഹമാണ് കേട്ടോ. ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാലങ്ങളൊന്നുമില്ല, ഒരു 6 വർഷത്തെ കഥ എന്ന് പറയുന്നത് എനിക്കൊരു 6 യുഗത്തിന്റെ കഥ പോലെയാണ് തോന്നുന്നത്, കടന്നു വന്ന ഓരോ കാലഘട്ടങ്ങളും. ഞാൻ ജോയ്സിനോട് ചോദിക്കട്ടെ, അറ്റ് എ ടൈം ജീവിതത്തിനോട് പൊരുതുകയാണ്. ജേക്കബിന്റെ ആ ഒരു അസാന്നിധ്യം മക്കളെ അറിയിക്കാതെ വളർത്തണം, അവർക്ക് ഫീസ് കൊടുക്കണം, സ്കൂളിലെ ഫീസ് അടയ്ക്കണം, ഡേ ടു ഡേ ആക്ഷൻസിന് പൈസ വേണം, അങ്ങനെ എല്ലാത്തിനും ഫണ്ട് വേണം. അപ്പൊ ജോയ്സ് ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ മക്കൾക്ക് 2 പേരൻസിനെ മിസ്സാകും. ജോയ്സ് ഇതിനു വേണ്ടി ഇവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതം വഴിമുട്ടി പോകും. എങ്ങനെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്തു? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മോനെന്ന് അത്രയും ചെറുത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണല്ലോ, ആ സമയത്ത് ഫീഡ് ചെയ്യേണ്ട സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. മോനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ബ്രേക്ക് എടുത്തത് തന്നെ, ഒരു കരിയർ ബ്രേക്ക് എടുത്തത് തന്നെ കുടുംബിനി ആവണം, മക്കളുടെ ചെറുപ്പത്തിൽ അവരുടെ കൂടെ ഉണ്ടാവണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരിയർ ബ്രേക്ക് എടുക്കുന്നത് തന്നെ. എന്നിട്ട് എനിക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ മനസ്സിൽ ആശ്വസിച്ചു, അവർക്ക് വേണ്ടി ഇപ്പം ഞാൻ വർക്ക് ചെയ്താലേ അവരുടെ ഫ്യൂച്ചർ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് ജേക്കബിന് ഞാൻ ഉള്ളുകൊണ്ട് കൊടുത്ത ഒരു വാക്കുണ്ട്, അതെനിക്ക് പാലിക്കണമെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ അടുത്ത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര ചെറുപ്പത്തിലെ ഒരു വിഡോയായിരുന്നു, ഇത്ര ചെറുപ്പത്തിലെ ഒരു വിധി വന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഞാൻ ചെറുപ്പം ആയതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി നിലനിൽക്കാൻ പറ്റിയത് ഞാൻ ചെറുപ്പം ആയതുകൊണ്ടാണ്. ഞാൻ അതിന് ദൈവത്തോട് ഇപ്പം നന്ദി പറയാറുണ്ട്. എനിക്ക് ആരോഗ്യം തന്നല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പ കാലഘട്ടം ആണല്ലോ എനിക്ക് തന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പലരും പറയാറുണ്ട്, ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസും കൂടെ തന്നല്ലോ, വിഡോയായ അതിനോടൊപ്പം തന്നെ ഇത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇത്രയും പ്രശ്നങ്ങൾ ചെറിയ പ്രായത്തിൽ കിട്ടിയല്ലോ. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന പ്രശ്നങ്ങളില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ എത്തില്ല. എൻ്റെ ഇൻസ്പിറേഷൻസ്, എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇന്നർ സെൽഫ് ഒന്നുകൂടി ഒന്ന് മോട്ടിവേറ്റ് ആവുന്നത്, അല്ലേ? അത് നമ്മളുടെ ടാലന്റുകളെ നമ്മൾ കണ്ടെത്തുന്നത് ശരിക്കും നമ്മളൊരു സംഭവമാണെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നത് ആ പ്രോബ്ലംസിനെ ഓവർകം ചെയ്തുകൊണ്ടാണ്. ഞാൻ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം എന്തിനാ എനിക്ക് ഈ വിധി തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ ആദ്യം നന്ദി പറയാ ചെയ്യാം. ഈ പ്രോബ്ലം എനിക്ക് തന്നേക്കുന്നത് ഇതെന്നെ വീണ്ടും മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇനിയും എൻ്റെ ഒരു ബെറ്റർ വേർഷൻ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉള്ളുകൊണ്ട് പലപ്പോഴും വിശ്വസിക്കാറുള്ളത്. അതുപോലെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അതെ, അതാണ് എനിക്ക് ഇഷ്ടം. സ്ട്രഗിൾസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ എനിക്കിപ്പോഴും ഞാൻ കോൺഫിഡന്റ് ആണ്, ഇത്രയൊക്കെ എത്തിയില്ലേ, നീ മുമ്പോട്ട് പോകുന്നുള്ളത്. ഈ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ടാവും, ഇന്ന് എൻ്റെ കൂടെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറ്റണ യാത്രകളിലൊക്കെ അവരെൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. എനിക്ക് കിട്ടണ സമയം കുറച്ചാണെങ്കിലും അത് ക്വാളിറ്റി ടൈം ആക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പൊതുവേ ഞാൻ ആ കാര്യത്തിൽ മടിച്ചാണ്, എന്നാലും നേരത്തെ ചെയ്തിരുന്നു. ഇപ്പം ഈ ഫുള്ള് വർക്കിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇപ്പം ഇത്തിരി മടി പിടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കിട്ടുന്ന എപ്പോഴെങ്കിലും സമയത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരുടെ ഒപ്പം ആയിരിക്കാമെന്നാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അപ്പോഴും ഇനിയിപ്പം അപ്പനോ നഷ്ടപ്പെട്ടു, അമ്മയും കൂടെ നഷ്ടപ്പെട്ട അവസ്ഥ ആവരുത്, ഞാൻ ഈ ഒരു ഇത്രയും ബിസി സ്കെഡ്യൂളിൽ ഓടുമ്പോൾ എന്നുള്ളൊരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. എൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രയോറിറ്റി അവർ മാത്രമാണ്. എനിക്ക് ജോയ്സിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഇത്. ഞാൻ ജോയ്സിനെ നമ്മളൊരു 4-5 വർഷമായില്ലേ പരിചയപ്പെട്ടു. അന്നും ഇന്നും ഇത്രയും ചിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം
പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമല്ല. ഇത്രയും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മൾ ചിരിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ജോയ്സിന് എല്ലാ കാലവും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ജോയ്സിനോട് എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോയ്സ്. ജോയ്സിന്റെ എല്ലാ വളർച്ചയിലും അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ജോയ്സ് ഇപ്പൊ ഈ ലൂവല്ല വെഞ്ചേഴ്സിലേക്ക് വന്നു. 3 വർഷം കൊണ്ട് അല്ലേ, 3 വർഷം കൊണ്ട് 100 പ്രൊജക്ട് ചെയ്തു. ഏറ്റവും ഇഷ്ടം തോന്നിയ പ്രൊജക്ട് ഏതാ? എല്ലാ പ്രൊജക്റ്റുകളും എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫുൾ എഫേർട്ട് എല്ലാ പ്രോജക്റ്റിലും ഇടുന്നുണ്ട്. അങ്ങനെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. എല്ലാ ക്ലയന്റും നമുക്ക് ഈക്വൽ ആണ്. പക്ഷെ എന്നാലും എനിക്ക് എടുത്തു പറയാവുന്ന ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് ശ്രീ രമേശ് പിഷാരടിയാണ്. കാരണം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നമ്മൾക്ക് 100% ഫ്രീഡം തന്നു എന്നുള്ള. നിങ്ങളുടെ ഡിസൈൻ, നിങ്ങളുടെ വർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തു, പക്ഷെ എന്റെ കംഫർട്ടാണ് എന്റെ പ്രയോറിറ്റി. ആ ഒരു സ്റ്റൈലായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു കംഫർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട് അവിടെ. അപ്പൊ ഡിസൈൻ, പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ നേച്ചർ മനസ്സിലാക്കി. അദ്ദേഹം ഒരു ഫാമിലി മാൻ ആണ്. കൂടുതൽ സമയം ഫാമിലിയോട് ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ വൈഫാണെങ്കിലും കിളി സൗമ്യ, അപ്പൊ അവരാണെങ്കിലും ഫാമിലി ആയിട്ട് നല്ല ബോണ്ടുള്ള ഒരു വ്യക്തികളാണ് ഇവരെല്ലാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു കൂൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു സ്പേസ് ആവണം. അതിനുവേണ്ടി നമ്മൾ വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ആ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആണ്. ഒരുപാട് ആർഭാടങ്ങളൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. നമ്മളും അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. വളരെ ഒരു കാം ആൻഡ് കൂൾ കംഫർട്ട് സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു വർക്ക് പ്രൊജക്ട് തീർന്നത് ഭയങ്കര സാട്ടോ. ഞങ്ങളുടെ അടുത്ത് അദ്ദേഹം ഒരു ഡേറ്റ് പറഞ്ഞു. ആക്ച്വലി എനിക്ക് ഈ മാസം മാറിപ്പോയി പറഞ്ഞത്. കുറെ നേരത്തെ നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. ഈ മാസത്തിൽ ചെറിയൊരു കൺഫ്യൂഷനായി. അപ്പം ഡയറക്റ്റ് ചെയ്തത് കൊണ്ട് ഓഫീസിലും അത് കണക്ട് ചെയ്തില്ല. അപ്പൊ പെട്ടെന്ന് ഇനി 30 ദിവസം കൂടെ ഉള്ളൂ പൂജയ്ക്ക്, അവരുടെ ബ്ലെസ്സിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള പൂജയുണ്ട്, 30 ദിവസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 30 ദിവസം കൊണ്ട് ഈ ഒരു 2 ഫ്ലോറിൽ കിടക്കുന്നത്, ഇത്രയും റൂംസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ, ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഐ ടുക്ക് ദാറ്റ് ചലഞ്ച്. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞങ്ങൾക്ക് പ്രൗഡായിട്ടുള്ള ഒരു ക്ലയന്റ് ആണ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്ത് ഒരു തരത്തിലും കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നെഗറ്റീവായ രമേശ് പിഷാരടി കൊല്ലും. അയ്യോ, പിന്നെ ചാനലിലൊക്കെ വന്നിരുന്ന് ട്രോള് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അപ്പൊ പോസിറ്റീവ് ആയാലും രമേശ് പിഷാരടിയാണ് നല്ലത് മാത്രം സ്പോണ്ടേനിയസ് ആയിട്ട് ട്രോള് വരുന്ന ആളാണ്. എന്താ പറയാന്ന് അറിയാൻ പാടില്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഇത് നടക്കും ഈ ദിവസം കൊണ്ട്? അപ്പൊ ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തോ, കുഴപ്പമില്ല, നടക്കും. എനിക്ക് തോന്നുന്നത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ ഡേറ്റിൽ തീരും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഓൺ ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റി. അത് തന്നെയല്ല, എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, ജസ്റ്റ് ഡ്രസ്സുമായിട്ട് കയറി വന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ ഈവൻ ബെഡ്ഷീറ്റ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, ഡെക്കർ ഉൾപ്പെടെ ടെങ്കി പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ അത് ചെയ്തത്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തു. ഈവൻ ഇൻഡോർ പ്ലാന്റ്സ് ഉൾപ്പെടെ ഡെക്കർ ഐറ്റംസ് ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രിഫറൻസ് നോക്കിയിട്ടൊക്കെയാണ് എല്ലാം ചെയ്തത്. അപ്പൊ കംപ്ലീറ്റ് പ്രോജക്റ്റ് ആയിട്ട് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പറ്റി. അദ്ദേഹം അതിൽ ഒത്തിരി സന്തോഷമാണ്. ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ അതിൽ ഒത്തിരി ഹാപ്പിയാണ് എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് പ്രൊജക്ട് ചെയ്ത്. മൂവാറ്റുപുഴയിലേക്ക് വരുമ്പോൾ മനസ്സിലാകും, നല്ല ചിരിച്ചിരിക്കുന്ന ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ചിരിച്ചിരിക്കുന്ന രമേശ് പിഷാരടിയെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രൊജക്ടുകളുണ്ട് കേട്ടോ, ഒത്തിരി പ്രൊജക്ടുകൾ. പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റീരിയർ ലേഡീസ് മാത്രം നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉൾപ്പെടെ, വീടിന്റെ ഡിസൈൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ലേഡീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം അവർ ഫാമിലി നോക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ വീട് പണിയുടെ കാര്യങ്ങളിൽ മുഴുവൻ ഇവർ ഇൻവോൾവ് ആണ്. ഹസ്ബൻഡ് ചിലപ്പം ബിസി ആയിരിക്കും, തിരക്കിലായിരിക്കും. എന്തായാലും ഇവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ലേഡീസിന്റെ കപ്പാസിറ്റി ഒക്കെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് വി ആർ ഹിയർ. കാരണം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇപ്പൊ ഒരു എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കിച്ചണിന്റെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. കൂടുതലും നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സും സ്ത്രീകളാണ്. അതെ, വുമൺ എംപവർമെന്റിലൂടെ നടക്കുന്നുണ്ട്. അതെ, വനിതാ സംരംഭം തന്നെയാണ് 100%. ഇപ്പൊ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. അതെ, നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. നമ്മളെല്ലാം ഹൈ ക്വാളിറ്റി മെഷീനറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മാർജിൻ ആണെന്നുള്ളത്. ആ മാർജിൻ ഞങ്ങൾ എന്തായാലും എയിം ചെയ്യണില്ല. വളരെ മിനിമൽ മാർജിൻ, പക്ഷെ നമ്പർ ഓഫ് പ്രൊജക്ട്സ് കൂട്ടിക്കൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. നമ്മൾ ബിസിനസിനെ കുറിച്ചൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. ഞാനൊരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ. ഒരു പെൺകുട്ടി സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നിന്നാൽ തന്നെ പല രീതിയിലുള്ള ടോക്കുകൾ നമ്മളെ കുറിച്ച് കേൾക്കും. അവിടെയാണ് ഒരു ഭർത്താവ് മരിച്ച വ്യക്തിയായിട്ട് ജോയ്സ് വരുന്നത്. ജോയ്സിന് അങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു? നമ്മളിപ്പോ ഒരാള് നമ്മളോട് പൈസ കടം ചോദിക്കുന്നു. ഞാൻ സുന്ദരന്റെ അടുത്ത് എക്സാമ്പിൾ പറഞ്ഞു. പൈസ കടം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് 2-3 രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം.
ഒന്ന് അയാളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം എനിക്ക് പൈസ തരാനേ താല്പര്യമില്ല, നീ എന്താണെന്നുള്ളത് ചെയ്തു, ഞാൻ നിനക്ക് പൈസ തരില്ല എന്ന് പറയാം. വേറൊരു തരത്തിൽ നമുക്ക് പറയാം സോറി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയാം. മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം ഇവന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ, മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഇതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് പലതരത്തിലുള്ള അപ്രോച്ചസ് ഒരു പക്ഷെ ഉണ്ടായി. പക്ഷെ എനിക്ക് വളരെ കുറവാണ് കേട്ടോ, എന്നെ ആരും പെണ്ണായിട്ട് കാണാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് ബോണ്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് അടിയും കിട്ടിയാലൊന്നും എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ ശല്യങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുള്ള ലിമിറ്റഡ് ആണെങ്കിൽ കൂടിയും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അത് ക്ലോസ് ചെയ്യാറുണ്ട്. സി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്തു, ഐ ഡോണ്ട് കെയർ. പക്ഷെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്നുള്ളത് നമ്മൾ ഒരു രീതിയിൽ അങ്ങ് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പൊ അതങ്ങനെ തന്നെയാ ബന്ധപ്പെട്ട പുള്ളി പിന്നെ മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം മാലാപാർവതി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം അവർ പറഞ്ഞ ടോണിന്റെ ഒരു വ്യത്യാസമാണ്. പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്, നമ്മൾ ഭംഗിയായിട്ട് ആ സിറ്റുവേഷനെ സ്പോട്ടിൽ ഹാൻഡിൽ ചെയ്യുക, പിന്നത്തേക്ക് അത് വെച്ചോണ്ടിരിക്കാതിരിക്കുക. അപ്പൊ അവർക്ക് ഹോപ്പ് കിട്ടുമെന്ന്. എന്ത് പിന്നത്തേക്ക് വെക്കണം, സ്പോട്ടിൽ തന്നെ ഇത് പറഞ്ഞ് തീർത്തിട്ട് പോവുക എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട് ജോയ്സെ ഇങ്ങനൊരു വേദിയിൽ വന്നിട്ട് കഥ പറഞ്ഞതില്. അതിനേക്കാളുപരി ഈ ചിരി എന്നും മായാതെ മുഖത്തുണ്ടാവട്ടെ. ഒരുപാട് പ്രതിസന്ധികൾ ഇനിയും മുന്നോട്ടുണ്ടാകും, കാരണം നമ്മൾ സംരംഭകനാണ്. അതിനേക്കാളുപരി 2 മക്കളുണ്ട്, ഒരുപാട് പ്രായമായിട്ടില്ല, നമുക്ക് മുന്നോട്ടിന് ഒരുപാട് ജീവിതം ജീവിക്കാനുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇനിയും ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും. പക്ഷെ ഈ ചിരി മുഖത്ത് മായാതെ നിൽക്കട്ടെ. ആ ചിരിയോട് തന്നെ ജോയ്സിന് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ലുവല്ല വെഞ്ചേഴ്സ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറട്ടെ. അതിന് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അന്ന.